ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ജാമ്യം. 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. അതിനിടെ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. ഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, അദ്ദേഹം നൽകിയ ജാമ്യാപേക്ഷ അത് നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് 2 കേസുകളിലും ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട വാദം നടന്നിരുന്നു. അതായത് തന്ത്രിക്ക് ആചാരപരമായ ഈ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ പങ്കുള്ളൂ, മറ്റ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളത് പ്രതിഭാഗം വാദം ഉന്നയിച്ചിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ 2 വാദങ്ങളും കേട്ട വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ തന്ത്രിയുടെ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക രേഖകളടക്കം SIT കോടതിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തന്ത്രിക്കെതിരെയുള്ള പല പരിശോധനകളും നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. SIT തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നു, വാജിവാഹനം ഉൾപ്പെടെ കോടതിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ നിരന്തരമായി തന്ത്രിക്കെതിരെയുള്ള ഒരു കരുനീക്കമായിരുന്നു SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കോടതിയുടെ ഈ ഒരു വിധി പ്രസ്താവന അത് സ്വാഭാവികമായും SIT റിപ്പോർട്ടുകളിലൊന്നും തന്നെ തന്ത്രിക്കെതിരായി ശക്തമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ ഇടപെടൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കോടതിയിൽ ഈ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ SITക്ക് അത് കൃത്യമായി അറിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുതന്നെ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ ഇടപെടൽ, അതായത് പ്രതിഭാഗം ഉന്നയിച്ചതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിജിലൻസ് കോടതിയിൽ നടന്ന ഈ വാദങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത്. എന്തായാലും ഇന്ന് തന്ത്രി ജയിൽ മോചിതനാകും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യ ഉത്തരവ് കൂടെ വരും. ആ ഉത്തരവിൽ കൃത്യമായും കോടതി എന്താണ് നിരീക്ഷിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും ഏറെക്കാലമായി തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര്. ഈ തന്ത്രിക്കെതിരെ പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ കൊണ്ട് SIT പല നീക്കങ്ങളും നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അത്തരം നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അതിന്ന് ഈ ജാമ്യം നൽകിയതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കും. കാരണം കോടതിയിൽ വെക്കുവാൻ തെളിവുകളായി എന്തുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കോടതി സ്വാഭാവികമായും ജാമ്യം അനുവദിക്കില്ലായിരുന്നു. പക്ഷേ തന്ത്രിക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തരത്തിലൊരു ബന്ധമല്ല തന്ത്രിക്ക് ഉണ്ടായിരുന്നത് എന്നത് കോടതി വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ SIT ഉന്നയിച്ച ഒരു വാദമെന്ന് പറയുന്നത് ഈ തന്ത്രിക്ക് നിരന്തരമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു, അതായത് 2004 മുതലുള്ള ബന്ധമാണ് എന്നൊക്കെ. പക്ഷേ പ്രതിഭാഗം അതിൽ കൃത്യമായും വാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കീഴ്ശാന്തിയുടെ പരികർമ്മിയായി മാത്രം അവിടെ ഇരിക്കില്ലല്ലോ, സ്വാഭാവികമായും ഉയർന്ന സ്ഥാനങ്ങൾ അത് തന്ത്രി കൊടുക്കുമായിരുന്നല്ലോ എന്നുള്ളത്. അത് കൃത്യമായും ഈ പ്രതികളുമായി, അതായത് ഈ എ പത്മകുമാർ അല്ലെങ്കിൽ ഈ അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, ഇവരുമായൊന്നും തന്ത്രിക്ക് നിരന്തരമായുള്ള കോൺടാക്റ്റുകളില്ല എന്നുള്ളത് തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും പ്രതിഭാഗം ആ കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഈ പ്രതികളുമായി തന്ത്രിക്കില്ല എന്ന് കോടതി തന്നെ അത് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ജാമ്യം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റായിട്ടുള്ള എ പത്മകുമാറിൻ്റെ കട്ടിളപ്പാളി കേസിലെ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ആ ഹർജി നാളെയാണ് പരിഗണിക്കുക. അതേസമയം KP ശങ്കർദാസ് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. KP ശങ്കർദാസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഈ ജാമ്യ ഹർജികളും കോടതി വരും ദിവസങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം ലഭിച്ചു. ഇന്ന് തന്നെ ജയിൽ മോചിതനാകും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ ജാമ്യ ഹർജി നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു
കൊല്ലത്തു നിന്നും എം മനോജ്.